ബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ടാ ഡം ബടം ബണ്ടടം ഡിടം ബണ്ടം ബടം ബണ്ടാ. ഒരു നാട്ടിൽ എല്ലാത്തിനും പേര് കേട്ട ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അയൽരാജ്യങ്ങളിലെല്ലാം പറയുമായിരുന്നു. അങ്ങനെയിരിക്കെ ആ സദസ്സിലേക്ക് അയൽനാട്ടിൽ നിന്നുള്ള ഒരു വലിയൊരു കിങ്കരനായ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉത്തരം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം, നിങ്ങൾ ഭയങ്കര എല്ലാത്തിനും പേര് കേട്ട കൊട്ടാരമാണ് എന്ന്. എങ്കിൽ എൻ്റെ പകുതി രാജ്യം നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. ആദ്യം ആ നാട്ടിലെ രാജാവ് വിചാരിച്ചു, നീ ഒന്ന് പോടാ എന്ന് മനസ്സിൽ ചിന്തിച്ചു. പിന്നെ രാജാവ് വിചാരിച്ചു, വെറുതെ ഇരിക്കുകയല്ലേ, ഒരു ത്രില്ലാവട്ടെ, എങ്കിലും പന്തയം വെക്കാമെന്ന് പറഞ്ഞ് രാജാവ് പന്തയം വെച്ചു. അയാൾ ആദ്യമായിട്ട് പറഞ്ഞു, പിന്നെ സദസ്സിലെ പ്രജകളെല്ലാവരും കൂടി അയാൾ ആദ്യമായിട്ട് പറഞ്ഞു, മുട്ടും മുട്ടുന്നുണ്ടേ ചെറപറ മുട്ടുന്നുണ്ടേ, അതിലൊന്നു കാട്ടിക്കാളി ഞാനൊന്ന് വീട്ടിക്കാട്ടെ. അപ്പോൾ എല്ലാവരും കൺഫ്യൂഷനായി, ഇയാൾ എന്താണ് പാടുന്നത്, അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പോൾ ബാക്കിൽ നിന്നും മുന്നിൽ നിന്നും പല പ്രജകരും വിളിച്ചു പറഞ്ഞു, ഇവിടെ ബാത്റൂമില്ല എന്ന്. അപ്പോൾ അയാൾ തോറ്റു. അപ്പോൾ അയാൾ തോറ്റപ്പോൾ അയാൾ പറഞ്ഞു, ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്കൊരിക്കലും ഉത്തരം തരാൻ പറ്റുന്നതല്ല, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി എനിക്ക് തന്നെ എന്ന് അയാൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ രാജാവ് പിന്നെ എല്ലാവരും മന്ത്രിമാരും എല്ലാവരും കൺഫ്യൂഷനോട് കൂടി നോക്കി. കാരണം ഇയാൾ എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് മന്ത്രിക്കൊരു ബുദ്ധി ഉദിച്ചു. അയാൾ ചോദ്യം വരട്ടെ, ചോദ്യം പറയൂ എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് എല്ലാ ഭാഷകളും അറിയാം ഈ ലോകത്തുള്ള, ഞാൻ ഏത് ഭാഷക്കാരനാണ് ഏത് രാജ്യക്കാരനാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു തരണം. അപ്പോൾ ആകെ കൺഫ്യൂഷനായി, കാരണം എങ്ങനെ അയാളെ ഭാഷ പറയും, അയാൾ അങ്ങനെ പറയില്ല. അപ്പോൾ മന്ത്രിക്ക് ഒരു ബുദ്ധി ഉദിച്ചു. മന്ത്രി പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഉത്തരം തരാനൊന്നും പറ്റില്ല, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്, അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ് നാളെ രാവിലെ പോവാം. നാളെ രാവിലെ 4 മണി എന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഏത് ഭാഷക്കാരനാണ് കണ്ടുപിടിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞു. നേരം രാത്രിയായി. അയാൾക്ക് വരും നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണത്തിൻ്റെ രസം കൊണ്ട് അയാൾ നല്ല സന്തോഷത്തോടു കൂടി കിടന്ന് നല്ലൊരു ഉറക്കം അയാൾക്ക് കിട്ടി. അയാൾ ഉറക്കം തുടങ്ങി കഴിഞ്ഞതിന് ശേഷം 4 മണി ആയ ശേഷം എല്ലാ പ്രജകളും മന്ത്രിയുടെ വാതിലിൻ്റെ മുന്നിൽ തടികൂടിയിരുന്നു. എങ്ങനെയാണ് മന്ത്രി ഇയാളുടെ ഭാഷ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന അതിശയമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ മന്ത്രി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇയാൾ നല്ല ഉറക്കമാണ്. പുലർച്ചെ 4 മണിക്കാണ് അധികം ആൾക്കാർക്ക് ഉറക്കം നല്ലോണം വരുന്ന സമയം. മന്ത്രി നല്ലൊരു ബക്കറ്റ് തണുത്ത വെള്ളം എടുത്തു കൊണ്ടുവന്നു ഇയാളുടെ തലയിലൂടെ ഒഴിച്ചു. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, ഏത് നാശമാടാ എൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചത്, അടിച്ച് ചെള്ള ഞാൻ തിരിച്ചു കളയും. അതോടുകൂടി ബാക്കും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ പ്രജകളും തുള്ളിച്ചാടി പറഞ്ഞു, ഇയാൾ മലയാളിയാണ്. അങ്ങനെ അയാൾ മത്സരത്തിൽ തോറ്റു. അയാളെ രാജ്യത്തിൻ്റെ പകുതിയും അയാൾക്ക് നഷ്ടമായി. പോകുമ്പോൾ രാജാവ് പറഞ്ഞു, എന്തിനാണ് വെറുതെ ഈ പണിക്കൊക്കെ നിൽക്കണോ, ഇങ്ങനെ നമ്മൾക്കും ചില ചതികൾ പറ്റാറുണ്ട്, കളിക്കേണ്ടവരോട് കളിക്കണം, അല്ലാത്തവരോട് കളിക്കാൻ നിൽക്കരുത്. അടുത്ത കഥയുമായി വരുന്നവരെ എല്ലാ മക്കളോടും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഡം ബടം ബണ്ടം ബടം ബണ്ടം ബടം ബണ്ടാ ഡം ബടം ബണ്ടടം ഡിടം ബണ്ടം